ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ച പ്രവാചകനായ നാഥാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആത്മീയമായി തകർന്നുപോയ ഒരാളായിരുന്നു ദാവീദ്. വലിയ ദൈവഭക്തനായിരുന്നിട്ടും പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയതിലുള്ള കഠിനമായ പശ്ചാത്താപം ആ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ വേദനകൾക്കിടയിലാണ് ബത്ശേബയിലുണ്ടായ തൻ്റെ കുഞ്ഞ് മാരകമായ രോഗബാധിതനാകുന്നത്. ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ദാവീദ് തീക്ഷ്ണമായ ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചു. ദാവീദിന്റെ ഉപവാസം കേവലം ഒരു യാചനയായിരുന്നില്ല, മറിച്ചത് ആഴമായ അനുതാപത്തിന്റെ അടയാളമായിരുന്നു. പ്രവാചകൻ തന്റെ പാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ ദാവീദ് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുകയും ഉപവാസത്തിലൂടെ തന്റെ ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയും ദൈവത്തിനു മുമ്പിൽ പൂർണ്ണമായി താഴ്ത്തുകയും ചെയ്തു. എന്നാൽ 7 ദിവസത്തെ കഠിനമായ പ്രാർത്ഥനകൾക്കും ഉപവാസത്തിനു ശേഷം ആ കുഞ്ഞു മരണത്തിന് കീഴടങ്ങിയതായി ദാവീദ് കേട്ടു. ദൈവത്തിന് ഇത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നിട്ടും എന്തുകൊണ്ട് ദാവീദിന്റെ ഉപവാസം ദൈവം സ്വീകരിച്ചില്ല എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരാം. പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥനയും ഉപവാസവും നടത്തുന്നവർ ദാവീദിന്റെ ഈ അനുഭവം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപവാസം എന്നത് ദൈവത്തിന്റെ തീരുമാനങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ള ഒരായുധമല്ല, മറിച്ച് ദൈവത്തിന്റെ തീരുമാനങ്ങൾ എന്തു തന്നെയായാലും അവയെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ദാവീദ് തന്റെ ഭാഗത്തു നിന്ന് പരമാവധി ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷെ ദൈവത്തിന്റെ നീതിയും പദ്ധതിയും മറ്റൊന്നായിരുന്നു. കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞപ്പോൾ ദാവീദ് കാണിച്ച പ്രതികരണം അത്ഭുതകരമാണ്. സാധാരണ മനുഷ്യർ ഇത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തെ നിന്ദിക്കുകയോ നിരാശയിലാണ്ടുപോവുകയോ ചെയ്തേക്കാം. എന്നാൽ ദാവീദ് എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറി കർത്താവിന്റെ ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്തത്. കഠിനമായ ദുഃഖത്തെയും ദൈവത്തിന്റെ ഇല്ല എന്ന മറുപടിയെയും ശാന്തതയോടെ നേരിടാനുള്ള ആത്മീയ ബലം ആ 7 ദിവസത്തെ ഉപവാസത്തിലൂടെ അദ്ദേഹം നേടിയിരുന്നു. ഈ ഉപവാസം ദാവീദിനെ കൂടുതൽ വിശുദ്ധിയിലേക്കും വിനയത്തിലേക്കും നയിച്ചു. സ്വന്തം പാപത്തിന്റെ കൈപ്പേറിയ ഫലം അനുഭവിച്ചപ്പോഴും അദ്ദേഹം ദൈവത്തിന്റെ നീതിയെ ചോദ്യം ചെയ്തില്ല. ഈ നോമ്പുകാലത്ത് നാം ചോദിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യത്തെ അതിജീവിക്കുവാനുള്ള വലിയൊരു കരുത്ത് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നോമ്പ് എന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു എളുപ്പവഴിയല്ല, മറിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവഹിതത്തിന് മുൻപിൽ അടിയറവ് വയ്ക്കുവാനുള്ള ആത്മീയ പരിശീലനമാണ്. നമ്മുടെ ദൃഷ്ടികൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങാതെ ദൈവത്തിന്റെ വലിയ പദ്ധതികളിലേക്ക് ഉയരുമ്പോൾ മാത്രമേ നമ്മുടെ ഉപവാസം പൂർണ്ണമാകൂ. നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസവും എല്ലാം ദൈവഹിതം എന്നിൽ നടത്തണമേ എന്നും അതിനെ സ്വീകരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നുമായിരിക്കണം. കാരണം ദൈവത്തിന്റെ പദ്ധതികൾ എന്നും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദേഹം ക്ഷയിച്ചാലും യേശുവേ നിൻ സ്നേഹം ഘോഷിക്കും ലോകമെങ്ങും. കാണാൻ കൊതിക്കുന്നേ നിൻ മുഖം ഞാൻ. കാന്താവേഗം നീ വന്നിടണേ യേശുവേ രക്ഷകാ. നിന്നെ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം. നന്ദിയാൻ പാടിടും യേശുവേ രക്ഷകാ. നിന്നെ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം. നന്ദി